Dear students, welcome to corporate accounting class. In this class, we are going to discuss about two important concepts: slip system of posting, balance sheet of a bank. Let us start class. In the previous class, we were discussing about the features of bank accounting. One of the most important features of bank's accounting is they are following a slip system of ledger posting. Slip system is a unique system followed by the bank for recording the transactions simultaneously when it happens. എന്ന് പറഞ്ഞാൽ ബാങ്കിലൊരു കസ്റ്റമർ വരുമ്പോൾ ആ ഇടപാട് നടത്തുന്ന സമയത്ത് അപ്പോൾ തന്നെ ആ ഇടപാട് കസ്റ്റമറുടെ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. In this system, the slip is treated as a journal and it is directly recorded in the customer's personal account. Let us see what are the features of slip system. It is a method of rapidly posting entries to books using double entry system. Rapidly posting means immediately posting the entry to the customer's account when it happens. For example, നമ്മൾ 10:00 ഒരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യുന്നു. 11 മണിക്ക് വേറൊരു ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണിത്? Then only you can identify the exact balance in the customer's account and decide whether we can give that amount to that person or not. അപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. It is a rapidly posting method. രണ്ടാമതായിട്ട് posting to the ledger is made directly from slip. എന്നർത്ഥം പറഞ്ഞു, while depositing money, the customer have to fill a slip, pay in slip. For the withdrawing money, you have to prepare a slip known as check. For every transaction in the bank, you have to fill a form. This form is known as slip. ട്രാൻസാക്ഷൻ നമ്മൾ നടത്തുന്ന സമയത്ത് ആ സ്ലിപ്പിൽ നിന്ന് നേരിട്ട് കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റിംഗ് നടത്തുന്നു. അത് ജേണൽ ഉപയോഗിച്ചിട്ടല്ല, ജേണലിൽ നിന്നല്ല. മൂന്നാമതായിട്ട് ദീസ് സ്ലിപ്സ് ആർ ട്രീറ്റഡ് ആസ് ജേണൽസ്. അത് ലൂസ് ലീവ്സ്, അത് ഓരോന്നും ബാങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. അത് ജേണലായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നേരെ കസ്റ്റമറുടെ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാണ്. സ്ലിപ്പ്, പേയിങ് സ്ലിപ്പ്, വിഡ്രോവൽ സ്ലിപ്പ്, ചെക്ക് ഒക്കെയാണ് സ്ലിപ്സ്. These slips are prepared either by the customer or by staff. Majority of cases, the slips are prepared by the customers. Then this system is a method of instant posting of books and accounts by using double entry system. Instant posting means immediate posting. അപ്പോൾ കസ്റ്റമർ അക്കൗണ്ടിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ ബാങ്ക് ഉപയോഗിക്കുന്ന വളരെ പ്രത്യേകതയുള്ള മെത്തേഡാണ് സ്ലിപ്പ് സിസ്റ്റം ഓഫ് പോസ്റ്റിംഗ്. അതിൽ കസ്റ്റമർ ഫില്ല് ചെയ്യുന്ന സ്ലിപ്പിൽ നിന്ന് നേരിട്ട് ബാങ്കിലുള്ള ലെഡ്ജറിൽ എൻട്രികൾ പോസ്റ്റ് ചെയ്യും. ഇത് എങ്ങനെയാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്? നമുക്കറിയാം, ഫോർ എവറി ട്രാൻസാക്ഷൻ യു ഹാവ് ടു ഫിൽ എ സ്ലിപ്പ്. These slips are collected by the bank staff and posted directly to the customer's account. അപ്പോൾ അത് ക്യാഷ് ബുക്കിൽ അതേപോലെ ജനറൽ ലെഡ്ജറിൽ എൻട്രി ചെയ്തിട്ട് നേരിട്ട് അതിൻ്റെ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്, ഫോർ എക്സാമ്പിൾ ഞാൻ പണം ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ റെക്കോർഡ് ചെയ്യുന്നു, പണം പിൻവലിക്കുകയാണെങ്കിൽ അത് അവിടെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഈസ് മെയ്ഡ് ഫ്രം ദ സ്ലിപ്പ്. Transactions without slip are posted by dockets. അതായത് അത് ചില കേസിൽ മാത്രം വരുന്നതാണ്. അത് ബാങ്ക് സ്റ്റാഫ് ആയിരിക്കും ആ സ്ലിപ്പ് പൂരിപ്പിക്കുക. അപ്പോൾ ഫ്രം ദ സ്ലിപ്പ് ദ ബാങ്ക് സ്റ്റാഫ് ഡയറക്ട്ലി റെക്കോർഡ് ദ ഇഫക്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഇൻ ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട്. ഹി മേ ഐദർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട്. വാട്ട് ആർ ദ സ്ലിപ്സ് അഡ്വാൻറ്റേജസ് ഓഫ് സ്ലിപ്പ് സിസ്റ്റം? ഇപ്പോൾ അതിന് കുറേ ഗുണങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, നോ നീഡ് ഓഫ് സബ്സിഡിയറി ബുക്സ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജേണൽ അങ്ങനെയുള്ള മറ്റ് ലെഡ്ജർ പിന്നെ സബ്സിഡിയറി ബുക്സ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് സേവ്സ് ടൈം ആൻഡ് ലേബർ ഓഫ് സ്റ്റാഫിന്റെ ജോലി എളുപ്പമാക്കുന്നു. ദേ ക്യാൻ ഡു ദ വർക്ക് ഇൻ എ faster way.
reduces chances of fraud or error. For example, if we check a check ഭംഗിയായിട്ട് തെറ്റൊന്നുമില്ലാതെ എഴുതി കൊടുക്കുന്ന കസ്റ്റമർ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ നാളെ ആ ചെക്കിൽ എന്തെങ്കിലും ഡിഫറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വേറെ ആരെങ്കിലും വരുത്തിയാൽ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്ലിപ്പ് ഡോക്യുമെന്ററി എവിഡൻസ് ആയി സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ it will help for reducing the errors. Then proper distribution of work. The staff, their work can be distributed in a proper manner. Good internal check system എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് കാഷ്യർ റെക്കോർഡ് ചെയ്തതിനു ശേഷം അത് ഓഫീസർക്ക് കൊടുക്കുന്നു. ഓഫീസർ വിൽ ഫർദർ വെരിഫൈ ഇറ്റ്. ഓട്ടോമാറ്റിക്കായിട്ട് കാഷ്യർ ചെയ്ത വർക്ക് ആരും കൂടി സർട്ടിഫൈ ചെയ്യുന്നു, സുപ്പീരിയർ കൂടെ സർട്ടിഫൈ ചെയ്യുന്നു. സോ ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം. Then it makes accounts reliable എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഹെൽപ്സ് ഇൻ ഓഡിറ്റിംഗ്. നാളെകളിൽ ബാങ്കിന്റെ ഓഡിറ്റ് നടക്കുന്ന സമയത്ത് ഇയർ എൻഡിൽ ഈ ഓരോ ദിവസത്തെ ട്രാൻസാക്ഷൻസ് വെരിഫൈ ചെയ്യാനായിട്ട് ഈ സ്ലിപ്പുകൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എടുത്ത് പരിശോധിക്കുന്നതായിരിക്കും. അപ്പോൾ സ്ലിപ്പ് സിസ്റ്റം ഓഫ് പോസ്റ്റിംഗ് ഈസ് എ പോസ്റ്റിംഗ് സിസ്റ്റം ഫോളോഡ് ഇൻ ബാങ്ക്സ് ഫോർ ഇമ്മീഡിയറ്റ് പോസ്റ്റിംഗ് ഓഫ് എൻട്രീസ് to the customers. Then let us discuss about the next part. Balance sheet and profit and loss accounts. Final accounts of bank. Banks are controlled by the Banking Regulation Act. The rules and regulations according to the Banking Regulation Act are applicable to the bank for the preparation of final accounts. As all of you know, the final accounts consist balance sheet and profit and loss account. Due to the recommendations of Narasimham Committee, the final accounts of banks are prepared in a proper manner with a systematic format. പണ്ടുണ്ടായിരുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് ഇപ്പോൾ ബാങ്കുകൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് അല്ലെ ഐറ്റംസ് എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ബാങ്കിലെ ബാലൻസ് ഷീറ്റ് നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ പഠിച്ചതുപോലെ ലെഫ്റ്റ് സൈഡിൽ പിന്നെ റൈറ്റ് സൈഡിൽ അസറ്റ്സും ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റീസും എഴുതുന്ന സിസ്റ്റം അല്ല, വെർട്ടിക്കൽ ഫോമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും ആദ്യം ലയബിലിറ്റീസും തൊട്ടു താഴെ അസറ്റ്സും വെർട്ടിക്കൽ ഫോം ഓഫ് ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ടോപ്പ് സെക്ഷൻ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ്, ബോട്ടം സെക്ഷൻ അസറ്റ്സ്. അപ്പം നമ്മൾ പിന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും എന്നുള്ള സിസ്റ്റം മാറിയിട്ട് ഒരു വെർട്ടിക്കൽ ഫോമിലുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏറ്റവും ടോപ്പിൽ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസും അതിന്റെ താഴെ അസറ്റ്സും ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അതൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓൺലി ദ എക്സാക്ട് എമൗണ്ട് ഈസ് ഗിവൺ. The details, the adjustments, the internal transactions are recorded in another statement known as schedule. ഇപ്പോൾ ബാലൻസ് ഷീറ്റിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള ഓരോ ഐറ്റത്തിനും ഒരു ഷെഡ്യൂൾ ഉണ്ടാവും. അപ്പം ബാലൻസ് ഷീറ്റിലേക്ക് വേണ്ട ഡീറ്റെയിൽസ് ഷെഡ്യൂളുകളിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഷെഡ്യൂളിൽ ആ ഐറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും എഴുതി അതിന്റെ സം മാത്രം, അതിന്റെ ടോട്ടൽ മാത്രമായിരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അപ്പം ബാലൻസ് ഷീറ്റിന്റെ കണ്ടൻസ്, ഏറ്റവും ആദ്യം ബാലൻസ് ഷീറ്റ് വെർട്ടിക്കൽ ഫോമിലാണ്. ഫസ്റ്റ് പാർട്ട് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം ഓരോ ഐറ്റത്തിന് നേരെ ഷെഡ്യൂൾ 1, 2, 3 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷെഡ്യൂൾ 1 ആണ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് ഷെഡ്യൂൾ 2 ആണ്. അങ്ങനെ 13ഓളം ഷെഡ്യൂളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ഐറ്റം ക്യാപിറ്റൽ. നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് എവിടെയാണ് കാണിക്കുക? ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഹെഡിലാണ് കാണിക്കുക. അത് ഷെഡ്യൂൾ 1 ആണ്. അപ്പം ഷെഡ്യൂൾ 1 ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ക്യാപിറ്റൽ ബൈ ദ ബാങ്ക്. അപ്പൊ അത് ഏറ്റവും അവസാനം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഷെഡ്യൂൾ 1 കാണിക്കുക. 2, റിസർവ്സ് ആൻഡ് സർപ്ലസ്. So the reserves and surplus of the bank is shown in Schedule 2. Statutory reserve എന്ന് പറഞ്ഞാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ പറഞ്ഞ റിസർവ്സ് ആണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ക്യാപിറ്റൽ റിസർവ് നമുക്കറിയാം, ഷെയർ പ്രീമിയം അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ആൻഡ് അതർ റിസർവ്സ് ആർ ഷോൺ ഇൻ ദിസ് ഷെഡ്യൂൾ.
അപ്പോൾ ഇതിന്റെ എല്ലാം എമൗണ്ടുകൾ ഷെഡ്യൂൾ 2-ൽ എഴുതി അതിന്റെ സം ടോട്ടൽ ആയിരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അപ്പോൾ ഷെഡ്യൂൾ 2 റിസർവ്സ് ആൻഡ് സർപ്ലസ് കെപ്റ്റ് ബൈ ദ ബാങ്ക്. ദെൻ ഡെപ്പോസിറ്റ്സ്, മൂന്നാമത്തേത് ബാങ്കിൽ കസ്റ്റമേഴ്സ് നടത്തുന്ന ഡെപ്പോസിറ്റ്സ്. 3 തരം ഡെപ്പോസിറ്റ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ കറന്റ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഓരോ ഐറ്റത്തിലും 100 കണക്കിന് കോടി രൂപ ഡെപ്പോസിറ്റ് ഉണ്ടാവും. അത് ഓരോന്നും ഈ ഷെഡ്യൂൾ 3-ൽ കാണിച്ചിട്ട് അതിന്റെ സം ടോട്ടൽ ആയിരിക്കും ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ഡെപ്പോസിറ്റ്സ് ഷെഡ്യൂൾ 3. 4 ബോറോയിങ്സ്, ഷെഡ്യൂൾ 4 ബോറോയിങ്സ്. ബാങ്കിന് ബിസിനസിന്റെ ഭാഗമായിട്ട് ദേ ഹാവ് ടു ബോറോ മണി ഫ്രം സം ഏജൻസീസ്. അപ്പം ബാങ്ക് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നൊക്കെയാണ്? ബാങ്ക് കടമെടുത്തിരിക്കുന്നത് മെയിനായിട്ട് റിസർവ് ബാങ്കിൽ നിന്നും മറ്റ് ബാങ്കിൽ നിന്നും മറ്റ് LIC അതുപോലത്തെ സ്ഥാപനങ്ങളിൽ നിന്നുമാണ്. അപ്പം ദ ടോട്ടൽ ബോറോയിങ്സ് ഓഫ് ദ ബാങ്ക് ഈസ് ഷോൺ ഇൻ ഷെഡ്യൂൾ 4. ബോറോയിങ്സ് ഫ്രം RBI, ബോറോയിങ്സ് ഫ്രം അതർ ബാങ്ക്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദെൻ ഇപ്പോൾ ലാസ്റ്റ് ലയബിലിറ്റി സൈഡിൽ 5-ാമത്തെ ഷെഡ്യൂള് അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. ബാങ്കിന്റെ ബിൽസ് പേയബിൾ, ഇന്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെന്റ്, ഇൻട്രസ്റ്റ് അക്രൂഡ് ടു കസ്റ്റമേഴ്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. ഈ പല ഐറ്റംസ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഷെഡ്യൂൾ 5 അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്, ബിൽസ് പേയബിൾ, ഇന്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെന്റ്സ്, ഇൻട്രസ്റ്റ് അക്രൂഡ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് ഷെഡ്യൂൾ 5-ൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ 5 ഷെഡ്യൂൾസ് ആവുന്നത്. ഷെഡ്യൂൾ 1 മുതൽ 5 വരെ. ഈ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഇനിയും നമുക്ക് നോക്കാം. അസറ്റ് സൈഡിൽ 1-ാമത്തെ ഐറ്റം ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI. ബാങ്ക് ഡീൽസ് വിത്ത് ക്യാഷ്. Bank will have huge amount of cash balance. This cash balance will be kept in the bank as well as with the RBI. So RBI is the banker's bank. അപ്പം റിസർവ് ബാങ്കിലും ബാങ്കിന്റെ കയ്യിലുമുള്ള ക്യാഷ് ബാലൻസിന്റെ ഡീറ്റെയിൽസ് ഷെഡ്യൂൾ 6. ഓക്കെ, ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI ഷെഡ്യൂൾ 6. Then balance with the banks money at call and short notice ഷെഡ്യൂൾ 7 എന്ന് പറഞ്ഞാൽ മറ്റു ബാങ്കുകളിലുള്ള നിക്ഷേപവും പെട്ടെന്ന് മണി അറ്റ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours തിരിച്ചു വിളിക്കാവുന്നത്. മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ 7 days തിരിച്ചു വിളിക്കാവുന്നത്. നമ്മൾ പിന്നീട് വിശദമായി പഠിക്കും. അപ്പൊ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മീൻസ് ദ മണി ദാറ്റ് ക്യാൻ ബി റീകളക്റ്റഡ് ബൈ ദ ബാങ്ക് ഫാസ്റ്റ്ലി. മണി അറ്റ് കോൾ മീൻസ് 24 hours. മണി അറ്റ് ഷോർട്ട് നോട്ടീസ് മീൻസ് 1 week. അപ്പോൾ ബാങ്കിന് പെട്ടെന്ന് കളക്ട് ചെയ്യാവുന്ന ബാങ്കിന്റെ സേവിങ്സ് അതെന്താണ് ഷെഡ്യൂൾ 7-ലാണ് വെക്കുന്നത്. ബാലൻസ് വിത്ത് ബാങ്ക്സ് money at call and short notice is in schedule 7. Investments schedule 8. Bank may have huge amount of investment. The investment in shares of government, other approved securities, bonds and debentures, gold. Bank may have gold also. Similarly subsidiary banks അതിലൊക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പം ഇൻവെസ്റ്റ്മെന്റ് ഷെഡ്യൂൾ 8-ലാണ് കാണിക്കുക. ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, other approved securities, similarly bonds and debentures, shares, gold, etc. are shown in schedule 8. Schedule 9 advances. Bank കൊടുത്തിരിക്കുന്ന ലോൺ, ബാങ്കിന് അസറ്റ് ആണ്. It is known as advances given by the bank to different parties. ഏറ്റവും ആദ്യം എന്താണ് ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ കയ്യിൽ ഒരു ബില്ലുണ്ട്, നമുക്ക് അതിന് പണം അത്യാവശ്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ഡിസ്കൗണ്ട് ദ ബിൽ. ദ ബാങ്ക് വിൽ ഗെറ്റ് ബാക്ക് ദ മണി ആഫ്റ്റർ ദ ബിൽസ് ഡിസ്കൗണ്ടഡ്. ക്യാഷ് ക്രെഡിറ്റ് ബാങ്ക് കൊടുക്കുന്ന ലോണാണ്, ബിസിനസ്സുകാർ കൊടുക്കുന്ന ലോണാണ് ക്യാഷ് ക്രെഡിറ്റ്. ഓവർ ഡ്രാഫ്റ്റ് ബാങ്ക് കൊടുക്കുന്ന ലോണാണ്. ഷോർട്ട് ടേം ലോൺസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഷോർട്ട് ടേം ലോൺസ്. ലോങ് ടേം ലോൺസ് കാർ ഫിനാൻസോ അല്ലെങ്കിൽ ഹൗസിംഗ് ഫിനാൻസോ ഒക്കെയാണ് ലോങ് ടേം ഫിനാൻസ്. അപ്പം ബാങ്ക് കൊടുത്തിരിക്കുന്ന അഡ്വാൻസസ് അത് ബിൽസ് പർച്ചേസ്ഡ് ആവാം, ക്യാഷ് ക്രെഡിറ്റ് ആവാം, ഓവർ ഡ്രാഫ്റ്റ് ആവാം, ഷോർട്ട് ടേം ലോൺസ് ആവാം, ലോങ് ടേം ലോൺസ് ആവാം. അതിന്റെ ഡീറ്റെയിൽസ് ഷെഡ്യൂൾ 9-ൽ കാണിക്കും. ഷെഡ്യൂൾ 9 അഡ്വാൻസസ് ഗിവൺ ബൈ ദ ബാങ്ക്. ഷെഡ്യൂൾ 10 ഫിക്സഡ് അസറ്റ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫിക്സഡ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ആർ ഓൺഡ് ബൈ ദ ബാങ്ക്. പ്രിമൈസസ് ബാങ്കിന്റെ ബിൽഡിംഗ്, ബാങ്കിന്റെ അതർ ഫിക്സഡ് അസറ്റ്സ്, വേറെ എന്തെങ്കിലും ഫിക്സഡ് അസറ്റ്സ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫർണിച്ചർ, ഇതെല്ലാം ഷെഡ്യൂൾ 10-ലാണ് കാണിക്കുക. അപ്പം
Fixed assets schedule 10. Then other assets schedule 11. Inter-office adjustments. We need to discuss inter-office adjustment. Interest accrued from loans. Tax paid in advance. Stationery, stationery and stamp. Non-banking asset എന്ന് പറഞ്ഞാൽ ബാങ്ക് ജപ്തി ചെയ്ത് കൈവശം വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസിന്റെ പേരാണ് നോൺ ബാങ്കിങ് അസറ്റ് എക്സെട്ര ഇൻ ദിസ് ഷെഡ്യൂൾ 11. അപ്പോൾ ഷെഡ്യൂൾ 11 വരെ ഉള്ള 6, 7, 8, 9, 10, 11 ഇത്രയും ഐറ്റംസ് ആണ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ, ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട്, ഷെഡ്യൂൾ 12 കണ്ടിൻജന്റ് ലയബിലിറ്റീസ്. അത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിലുമുള്ള എമൗണ്ട് കോളത്തിലല്ല കാണിക്കുക. ഇറ്റ് ഈസ് ഷോൺ ആസ് എ ഫുട് നോട്ട്. ബാലൻസ് ഷീറ്റിന് താഴെ, ബാലൻസ് ഷീറ്റിന് പുറത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയി കൊടുക്കുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 12 കണ്ടിൻജന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റീസ് ദാറ്റ് മേ ഓർ മേ നോട്ട് ഹാപ്പൻ. അതാണ് കണ്ടിൻജന്റ് ലയബിലിറ്റീസ്. അത് ഡിസ്പ്യൂട്ടിലൊക്കെയുള്ള ലയബിലിറ്റീസ് ആണ്. ദീസ് ലയബിലിറ്റീസ് അത് ഷെഡ്യൂൾ 12 പ്രിപ്പയർ ചെയ്തിട്ട് അത് ബാലൻസ് ഷീറ്റിന്റെ ഏറ്റവും താഴെ ഫുട് നോട്ടായിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എഴുതിയെടുക്കണം നിങ്ങളെല്ലാവരും. അതായത് ഷെഡ്യൂൾ 1 തൊട്ട് ഷെഡ്യൂൾ 12 വരെയുള്ള ഐറ്റംസ് ആണ് ബാലൻസ് ഷീറ്റിലുള്ളത്. 1 മുതൽ 5 വരെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ്, 6 മുതൽ 11 വരെ അസറ്റ് സൈഡ്, 12ാമത്തേത് contingent liability footnote. In the next class, we will discuss about profit and loss account and other aspects. Thank you.